കോഴിക്കോട് വിലങ്ങാട് പ്രകൃതി ദുരന്തത്തിൽ കൃഷിനാശം നേരിട്ട കർഷകരെ കൈയൊഴിഞ്ഞ് സർക്കാർ. ഉരുൾപൊട്ടലിൽ കൃഷി നശിച്ചിട്ടും കർഷകർക്ക് കൈത്താങ്ങാകുന്ന ഒരു സമീപനവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. കൃഷിയിൽ നിന്നുള്ള വരുമാന മാർഗം നിലച്ചതോടെ ജീവിതം വഴിമുട്ടി എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ. ജനം ക്യാമ്പയിൻ തുടരുന്നു. വിലങ്ങാടിന്റെ വിലാപങ്ങൾ. കൃഷിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഈ മേഖലയിലെ ഭൂരിപക്ഷം ആളുകളും ജീവിച്ചിരുന്നത്. കൃഷിയെല്ലാം നശിച്ചതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് ഓരോ കർഷകരും. തലമുറകളായി കൃഷിയെ ആശ്രയിച്ചു മാത്രമായിരുന്നു ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളുടെയും ജീവിതം. കഠിനാധ്വാനത്തിൽ മണ്ണിൽ പൊന്നു വിളയിച്ച് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇന്ന് കർഷകരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. കൃഷിയും കൃഷിഭൂമിയും ഉരുളെടുത്തു, ഒപ്പം കർഷകരുടെ പ്രതീക്ഷയും. വലിയ കഷ്ടത്തിൽ തന്നെയാണ്. ഓരോ കൃഷികളും ഇവിടെ ജീവിക്കുന്നില്ല. കൃഷി ചെയ്യാനുള്ള സാമ്പത്തിക സഹായം കിട്ടുന്നില്ല. എൻ്റെ തന്നെയാണെങ്കിൽ 2 ഏക്കർ സ്ഥലം പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു പോയി. 45 കൊല്ലത്തെ അധ്വാനം മുഴുവൻ സർക്കാർ ആകെ തന്ന ചുറ്റമായ പൈസ ബാക്കി ഇപ്പം തരിശായി കിടക്കുന്നു. പക്ഷെ നമുക്ക് ഭൂമി ഉപേക്ഷിക്കാൻ പറ്റുമല്ലോ. അത് വീണ്ടും നികുതി അടയ്ക്കുന്നു, കാടായി കിടക്കുന്നു. കർഷകരെ കൈവിടില്ല എന്നായിരുന്നു ദുരന്ത സമയത്തെ സർക്കാർ നൽകിയ പ്രധാന വാഗ്ദാനം. പക്ഷേ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതല്ലാതെ ഒരു കാര്യവും സർക്കാർ ഇവിടെ കർഷകർക്കായി ചെയ്തില്ല. വളരെ കഷ്ടത്തിലാണ്. ഇപ്പം ആരോഗ്യമുള്ളത് കൊണ്ട് മറ്റുള്ള പണികളെടുത്ത് പോകുന്നു. സർക്കാരിനോട് പറയും, സർക്കാർ കർഷകരെ വേണ്ടാത്ത ഒരവസ്ഥയില്ലേ. കർഷകരെ ആരാ നോക്കുന്നത്? കൃഷിഭവൻ യാതൊരു ദാക്ഷിണ്യങ്ങളും ചെയ്യുന്നില്ല. കൃഷിഭവൻ്റെ ഒരു ഉപകാരങ്ങളും ഇവിടെ കിട്ടുന്നില്ല. ഈ അവസ്ഥയിലാണ് ഉള്ളത്. ഇനി ഇവിടെ കൃഷി ചെയ്യുക അസാധ്യമാണ്. ജീവിക്കാൻ മറ്റുപജീവന മാർഗം ഇവിടുത്തെ കർഷകർക്ക് കണ്ടെത്തുക അത്ര എളുപ്പവുമാകില്ല. സർക്കാർ ഇനിയെങ്കിലും കരുണ കാട്ടണം. ഇല്ലെങ്കിൽ വലിയ പട്ടിണിയിലാകും ഇവിടുത്തെ കർഷക കുടുംബങ്ങൾ. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോഴിക്കോട്.